ജസ്ന തിരോധാന കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ നിർദ്ദേശം. സമാന്തരമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ ജസ്നയുടെ പിതാവ് ജെയിംസ് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചു. തെളിവുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അല്ലമീൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ ജസ്ന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് സിബിഐ അറിയിച്ചിരുന്നു. എന്തൊക്കെ രേഖകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകളാണ് ജെയിംസ് ഹാജരാക്കിയത്? അദ്ദേഹം കോടതിയെ അറിയിക്കാമെന്നാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ പോലും തുടരന്വേഷണത്തിന് പര്യാപ്തമാകുന്നതാണോ ഈ തെളിവുകൾ? ബിരുദ അത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം നേരത്തെ CBI സംഘം മൊഴിയെടുത്തപ്പോൾ അവിടെയൊന്നും പറയാത്ത കാര്യങ്ങളാണ് പിന്നീട് കോടതിയിൽ ജെയിംസ് ഉന്നയിച്ചത് എന്നുള്ളതായിരുന്നു കോടതിയിൽ തന്നെ CBI ചൂണ്ടിക്കാണിച്ചത്. എന്ന് മാത്രമല്ല, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI എത്തിപ്പെടാത്ത പല മേഖലകളിലും താൻ എത്തിപ്പെട്ടു. CBIക്ക് കണ്ടുപിടിക്കാനാകാത്ത പല നിർണായക തെളിവുകളും തന്റെ സമാന്തര അന്വേഷണത്തിൽ വ്യക്തമായി കാര്യങ്ങൾ. ഒന്ന്, ജസ്നയുടെ ഒരു അജ്ഞാതനായ സുഹൃത്ത്, ആ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ തന്റെ പക്കലുണ്ട് എന്നായിരുന്നു അദ്ദേഹം കോടതിയെ അറിയിച്ചിരുന്നത്. മറ്റൊന്ന്, എല്ലാ വ്യാഴാഴ്ചകളിലും ജസ്ന സ്വകാര്യമായി രഹസ്യമായി ഒരു കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. ആ ആരാധനാലയം താൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിക്കാൻ കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സത്യസന്ധരായ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ വന്നാൽ ഈ വിവരം നൽകാമെന്നുള്ളതായിരുന്നു ജെയിംസ് സ്വീകരിച്ചിരുന്ന നിലപാട്. അപ്പോൾ തന്നെ കോടതിയിൽ CBI സംഘം പറഞ്ഞത് ആവശ്യങ്ങൾ പൂർണ്ണമായി എഴുതി നൽകുകയും തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്താൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. അതോടെ കോടതി പറഞ്ഞു ഈ തെളിവുകൾ സീൽ വെച്ച കവറിൽ, മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. ഇന്ന് ജെയിംസ് ആ തെളിവുകളെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മുദ്രവെച്ച കവറിലാണ് കോടതിയിൽ സമർപ്പിച്ചത്. അതിന് പിന്നാലെയാണ് കോടതി CBIയിലെ പഴയ അന്വേഷണ സംഘത്തോട് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഈ പിതാവ് സമർപ്പിച്ച തെളിവുകളും ഒപ്പം CBIയുടെ ഇതുവരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറിയും പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടരന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി ഒരു അന്തിമ നിലപാട് സ്വീകരിക്കുക. ഏതായാലും നാളെ ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ തന്നെ CBI സംഘം ഈ കേസ് ഡയറി സമർപ്പിക്കും. നാളെ തന്നെ ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതി വിധി പറയുമോ, ഇനി അതല്ല ഈ ജെയിംസ് നൽകിയ തെളിവുകളും സമാന്തര അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകളും CBIയുടെ കേസ് ഡയറിയും വിശദമായി പരിശോധിച്ചതിന് ശേഷം മറ്റൊരു ദിവസമാകണോ വിധി പറയുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഏതായാലും നാളെ കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. അന്നേരം CBI കേസ് ഡയറി ഹാജരാക്കും. ഇതിനോടകം തന്നെ ജെയിംസ് സമാന്തരമായി കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന തെളിവുകൾ കോടതിയിൽ തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.